ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2 ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിനി, മീൻ വേസ്റ്റിൽ നിന്ന് കോഴികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന തീറ്റ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ തീറ്റ എൻ്റെ കോഴികൾ നല്ലോണം കഴിച്ചിട്ടുണ്ടായിനി. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ തുടർച്ചയെന്നോണം ഞാൻ ഉണ്ടാക്കിയൊരു തീറ്റയാണ് ഈ കാണുന്നത്. അപ്പോൾ അന്ന് ഉണ്ടാക്കി കൊടുത്ത തീറ്റ നമുക്ക് സൂക്ഷിച്ചൊന്നും വെക്കാൻ കഴിയാത്ത നനച്ച് കൊടുക്കുന്ന ടൈപ്പ് തീറ്റയാണ്. പക്ഷെ എന്നാൽ ഇന്നത്തെ ഉണ്ടാക്കിയ തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കാലത്തേക്ക് വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ഒരുപാട് വേസ്റ്റെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആക്കി കൊടുക്കാൻ കഴിയുന്നൊരു തീറ്റയാണ്. അപ്പോൾ ഇതിനെ കൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്നത്തെ തീറ്റ ഉണ്ടാക്കിയത്. ഇതാണ് നമ്മളെ മീൻ വേസ്റ്റിൻ്റെ ബാക്കി ഉണ്ടായ സാധനം. അപ്പോൾ ഈ മുള്ളെല്ലാം ഇങ്ങനെ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഉണ്ടാക്കിയ തീറ്റ ഇതുപോലെയാണ്. മീൻ പുഴുങ്ങിയെടുത്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് അതിൻ്റെ എന്താ പറയുക ഇറച്ചിയും സാധനങ്ങളെല്ലാം കലക്കിയ വെള്ളത്തിൽ നല്ലോണം കഴുകി എടുത്തിട്ട് മുള്ളും ചണ്ടിയും വാരി ഇതുപോലെ വെച്ച്. അപ്പോൾ ഈ സാധനമാണ് ഞാൻ ഉണക്കിയെടുത്തിട്ട് അങ്ങനെ ആക്കിയെടുത്തത്. ഏകദേശം ഒരു 2-3 ദിവസത്തെ വെയിൽ, നല്ല വെയിലാണെങ്കിൽ 3 ദിവസത്തെ വെയിൽ കൃത്യമായിട്ട് കൊണ്ടുകഴിഞ്ഞാൽ നല്ലോണം പൊടിയായി കിട്ടുന്ന വിധത്തിൽ നമുക്ക് മീനിൻ്റെ തലയും മുള്ളെല്ലാം ഉണക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും വലിയ സാധനങ്ങൾ കോഴിക്ക് തിന്നാൻ കഴിയൂലായിരിക്കും. തലയും കൊട്ടെല്ലാം കൊത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടിടുകയില്ലല്ലോ, വൃത്തിക്ക് തിന്ന് തീർക്കൂലല്ലോ എന്ന് വെച്ചിട്ടാണ് വേസ്റ്റാക്കി കളയണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉണക്കിയെടുക്കാമെന്നുള്ള ഒരു ഇതിലേക്ക് എത്തിയത്. അപ്പോൾ നമുക്കിതാകുമ്പം സൂക്ഷിച്ച് വെക്കാനും കഴിയും. നല്ല വൃത്തിയിൽ ഉണക്കി പൊടിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് സൂക്ഷിച്ച് വെക്കാനും കഴിയുമല്ലോ എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊരു തീറ്റ ആക്കാമെന്ന് വെച്ചത്. വെറുതെ ആ വേസ്റ്റൊന്നും കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അത് 3 ദിവസത്തെ വെയിൽ കൊണ്ടതിന് ശേഷം നല്ലോണം ഉണങ്ങിയിട്ടുണ്ടേ. ഉണങ്ങിയത് പൊടിയെന്ന് വെച്ചാൽ നല്ല കിറുകിറാന്നുള്ള അച്ചിൽ പൊടിഞ്ഞ് വരുന്നുണ്ട്. നല്ല വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഉണക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ അന്നേരം എടുത്തത് ചെറിയ മത്തിയുടെ തലയും പിന്നെ ആ ഒരു മീനൊക്കെ ഉണ്ടില്ലേ, അത് നമ്മുടെ അടുത്തുള്ള അതിനെ പയത്തി എന്നല്ല പറയൽ. അപ്പോൾ അങ്ങനത്തെ മീനെല്ലാം. അപ്പോൾ അതിൻ്റെ തല കുറച്ചും കൂടെ വലുതാണ്. എന്നാലും തീറ്റയിൽ അന്നേരം ഡയറക്റ്റായിട്ട് കൊടുത്തതാണെങ്കിൽ അതിന് തിന്നാൻ കഴിയില്ല. കുറച്ച് വലിപ്പമില്ലത് കൊണ്ട് തിന്നാൻ എന്തായാലും കഴിയില്ല. അതങ്ങനെ കൊത്തിക്കളയലേ ഉണ്ടാവില്ല. ഇങ്ങനെയാകുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ മുള്ളായാലും അതുപോലെ വലിയ തലയെല്ലാം ആയിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല എളുപ്പത്തിൽ കോഴികൾക്ക് കൊടുക്കാൻ കഴിയും. അതുപോലെ ഒരുപാട് കാലത്തേക്ക് സൂക്ഷിച്ച് വെക്കാനും കഴിയും. നനയാണ്ട് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ ഞാൻ ഈ ഉണക്കിയെടുത്ത മുള്ളും വേസ്റ്റെല്ലാം കൂടിയിട്ട് നല്ല വൃത്തിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല വെയിൽ കൊണ്ട് ഉണങ്ങിയതാണെങ്കിൽ ഇതുപോലെ പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് പൊടിച്ച് വെച്ചതിൻ്റെ അകത്തേക്ക് ഞാൻ അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പാണ്. ഗോതമ്പ് നുറുക്കിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കുമായിരുന്നു. സാധാരണ മിക്സിയിലിട്ടിട്ട് ഒന്ന് വെറുതെ ഒന്ന് നുറുക്കിയെടുത്തിട്ട് അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ എന്താ പറയുക നമ്മുടെ റേഷൻ അരി പാറ്റിപ്പെറുക്കി കഴിഞ്ഞാൽ കിട്ടുന്ന നിച്ച് എടുത്ത് വെച്ചതാണ്. അതും കൂടി ഒന്ന് ഇതുപോലെ കുറച്ചും കൂടെ ഒന്ന് നുറുക്കിയിട്ടെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ തീറ്റയിൽ ഞാൻ എപ്പം ചേർക്കും പോലെ മുട്ടയുടെ തോട് പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്തിട്ടില്ലെങ്കിൽ പിന്നെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് എൻ്റെ എല്ലാ തീറ്റയിലും ഞാൻ ആ മുട്ടത്തോട് പൊടിച്ചത് ചേർത്ത് കൊടുക്കലുണ്ട്. പിന്നെ അവസാനമായിട്ട് ഇതിനകത്ത് അരി കുത്തിയിട്ട് കൊണ്ടുവന്നതിൻ്റെ തവിടാണ്. അപ്പോൾ ആ തവിടിൻ്റെ അകത്ത് കുറച്ച് ഇതുപോലെ അരിമണിയെല്ലാം ഉണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇട്ടിട്ടുള്ള എല്ലാ സാധനങ്ങളും കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം മൊത്തത്തിൽ എല്ലാമായിട്ട് മിക്സാക്കി എടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു പൊടിത്തീറ്റയായി കിട്ടും നമുക്ക്. എന്താ പറയുക, നനക്കൊന്നും ചെയ്യാണ്ട് ഡയറക്റ്റ് ഇതുപോലെ ഒരു പാത്രത്തിൽ വെച്ച് കൊടുക്കാൻ കഴിയുന്ന നല്ലൊരു തീറ്റയാക്കി എടുക്കാൻ കഴിയും. അപ്പം ഞാനത് എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന തരത്തിലൊന്ന് നല്ലോണം മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ഉണ്ടാക്കുമ്പോൾ മിക്സിയുടെ ജാറായാലും ഇനി കുഴച്ചുകൊണ്ടിരിക്കുന്ന ഈ പാത്രമായാലും വെയിലത്ത് നല്ലോണം വെച്ചൊന്ന് ഉണക്കിയെടുത്തിട്ടാണ് ചെയ്തിന്. നനവൊന്നും തട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് ദിവസം കൂടെ സൂക്ഷിച്ച് വെക്കാനുള്ളത് കൊണ്ട് പൂപ്പലൊന്നും പിടിച്ച് കഴിഞ്ഞാൽ നമുക്കിത് കോഴിക്ക് കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്താ പറയുക നല്ലോണം വെള്ളമെല്ലാം ഒന്ന് ഉണക്കിയിട്ടെടുത്തിട്ടാണ് ഇപ്പോൾ തീറ്റ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയ തീറ്റ കോഴികൾക്ക് നേരെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവർ നല്ലത് ഉഷാറായിട്ട് തന്നെ കഴിക്കുന്നുണ്ട്. അടുത്തുനിന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പുറത്ത് നല്ല ആൾ പാത്രത്തിനകത്ത് കയറി നിന്നിട്ടാണ് തിന്നുന്നത്. എൻ്റെ മേത് മറിഞ്ഞു ഇല്ല, ഭാഗ്യം. എന്തെങ്കിലും ഒരു തീറ്റ ഇതുപോലെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരിങ്ങനെ തിന്നുന്നത് നോക്കിയിരിക്കാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എത്ര നോക്കിയിരുന്നാലും മതിയാവില്ല ആ കൊത്തി തിന്നതിൻ്റെ ശബ്ദവും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഞാൻ കോഴികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു തീറ്റ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്തത് തന്നെ. ഞാനിപ്പോൾ ഈ തീറ്റ ഉണ്ടാക്കാനെടുത്ത ചെറിയ തലകളും കാര്യങ്ങളെല്ലാം. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഒരുപാട് വലിയ തലയും അതുപോലെ മീനെല്ലാം മേടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അതിന് ഇത് ചെയ്യാൻ മീൻ മേടിക്കണം തന്നെ നിർബന്ധമൊന്നുമില്ല. ഏതെങ്കിലും മീൻ മാർക്കറ്റിലെല്ലാം പോയി കഴിഞ്ഞാൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നിടത്ത് നിന്നെല്ലാം വേസ്റ്റായിട്ട് അവർ കളയാൻ വെച്ച സാധനങ്ങൾ കിട്ടും. അതെടുത്തുകൊണ്ടൊന്ന് ഇതുപോലെ മഞ്ഞപ്പൊടിയിലിട്ട് പുഴുങ്ങിയെടുത്തിട്ട് കുറച്ച് നേരം അധികം തിളപ്പിക്കണമെന്നില്ല. നല്ലോണം ഒന്ന് പുഴുങ്ങിയെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം ഒന്ന് നല്ല ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ലോണം പൊടിഞ്ഞ് കിട്ടും. അതിങ്ങനെ മിക്സിയുടെ ജാറിലിട്ട് കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് തന്നെ പൊടിച്ചെടുക്കാൻ കഴിയും.
അപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ്, എൻ്റെ കോഴികളെല്ലാം നല്ല അടിപൊളിക്ക് തിന്നുന്നുണ്ടേ. ഇങ്ങനെ കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ തീറ്റ വെച്ച് കൊടുക്കുമ്പോൾ ഒപ്പരം വെള്ളവും കൂടി വെക്കണം, നനച്ച് കൊടുക്കാണ്ട് വെക്കുന്നതല്ലേ. അതുപോലെ തന്നെ മുന്നേ ആക്കിയ തീറ്റേനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ തീറ്റ നമുക്ക് കുറച്ച് കാലം അധികം സൂക്ഷിച്ച് വെക്കാൻ കഴിയും. വെള്ളമൊന്നും തട്ടാണ്ട് ആക്കാൻ ശ്രമിച്ചാൽ മതി. അതുപോലെ ഒരുപാട് മീനെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒറ്റയടിക്ക് പുഴുങ്ങി കൊടുക്കാനൊന്നും കഴിയില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാനും കഴിയും. അപ്പോൾ എപ്പോൾ നമുക്കിതുപോലെ മീനും വേസ്റ്റെല്ലാം കിട്ടണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ ആക്കി വെക്കുന്നതായിരിക്കും കൂടുതൽ ഉത്തമം. അതുപോലെ തന്നെ നമ്മൾ പൊടിച്ചെടുത്തത് അങ്ങനെ തന്നെ ഒരു കുപ്പിയിലിട്ടിട്ട് വെച്ച് കഴിഞ്ഞാലും നമുക്ക് ഭാവിയിൽ ഇതുപോലെ എന്താ പറയുക, നമ്മൾ നനച്ച് കൊടുക്കുന്ന തീറ്റേൻ്റെ അകത്തും ഇത് കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്ത് കോഴിക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് മീനെല്ലാം കിട്ടുന്ന സമയത്ത് ഇങ്ങനെയെല്ലാം ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ.